മീറ്റിംഗ് വെക്കേണ്ടത്. അല്ലാതെ ഈ 3-4 ദിവസങ്ങളായിട്ട് ഈ പ്രശ്നം ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നതിൽ ഒരർത്ഥമില്ല. ഞങ്ങള് മാക്സിമം സൊല്യൂഷൻ കണ്ടുപിടിക്കണം അനിഷേട്ടാ. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങൾ അമ്മാതി സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഇന്നലെ വെസൽ കഴുകിയാൽ പറഞ്ഞാൽ നമ്മൾ ഇന്ന് വെസൽ ഞങ്ങൾ തന്നെ 2-3 വെസൽ കഴുകി ഇപ്പൊ തുടങ്ങി ജോലി മാക്സിമം സമയത്ത് ഫുഡ് കിട്ടാൻ വേണ്ടി. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ അതാണ്. നമുക്കൊരു പെൺകുട്ടിയെ പിടിച്ച് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല വെസൽ കഴുകാൻ. എന്നാ നിങ്ങൾ ടീം ഷഫിൾ ചെയ്യേ. ഞാൻ വരാൻ റെഡിയാണ്, ഞാൻ കഴുകാൻ റെഡിയാണ്. അതിനെ ഷഫിൾ ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ട് ടീം ഷഫിളിൽ സമയം എടുക്കും. സമയം എടുത്താൽ ഫുഡ് വൈകും. അപ്പൊ കേറിയിട്ട് ഓരോരുത്തർ ഇഷ്ടമുള്ളത് ഉണ്ടാക്കും. നിങ്ങൾ ഇങ്ങനെ പറയല്ലേ നമ്മള് സത്യം പറയണത്. മനസ്സിലായോ? ഇത്രയും നാള് ടൈം ഉണ്ടായിരുന്നു. 3-4 ദിവസം ആയിട്ട് ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകരുത്. നമ്മളല്ല അവരാണ്. ഞാൻ വരാം, ഞാൻ കഴുകി തരാം. വേണ്ട അനീഷയുടെ ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഞാൻ എന്റെ ജോലികൾ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ജോലി ചെയ്യാൻ ഞാൻ എന്റെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ ബെഡ്റൂമും ഒക്കെ ചെയ്തത് ഞാൻ തന്നെയാണ്. ഫ്ലോർ എന്നെ അസൈൻ ചെയ്ത ഡ്യൂട്ടി ഫ്ലോറിന്ന് ഒഴിവാൻ വേണ്ടിയേ പുള്ളി കിച്ചണിലോട്ട് വരാൻ നൈസായിട്ട്. ഞാൻ എടുത്തിട്ടില്ല, ഞാൻ തൊട്ടിട്ടില്ല. എന്റെ മദർ പറഞ്ഞ തൊട്ടില്ല. തൈര് എടുത്തിട്ടില്ല ഞാൻ. നെവിനായിരിക്കും എടുത്തത്. വിളിച്ചവനെ എടുത്ത് കഴിഞ്ഞ ടീമിന് രാത്രി വന്നിട്ട് കാവലിരിക്കാണെന്ന് ഡയലോഗ് അടിച്ച് മര്യാദ പറഞ്ഞു. ഞാൻ തുടങ്ങി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇത് നമുക്ക് ന്യായമായിട്ട് കളിക്കാം, ബാക്കിയുള്ള ഇൻട്രസ്റ്റ് പോലെ ഉണ്ട്. പക്ഷെ ഞാൻ തൊട്ടിട്ടില്ല. ഐസ്ക്രീം ഒന്നുമല്ല, ഫുള്ളുണ്ട്. അല്ല യോഗേർട്ട്, ഗ്രീക്ക് യോഗേർട്ട് എടുത്തില്ല. ഞാൻ തൊട്ടിട്ട് ഗ്രീക്ക് യോഗേർട്ട് പകുതി ആയല്ലോ ചേട്ടാ. ഞാൻ ചേട്ടാ ഫസ്റ്റ് ഫ്ലോർ മറി കഴുകി. അല്ല ഒരു മിനിറ്റ് അത് തീരുമാനം. ചോദിക്കണം, അവരെങ്ങനെ കൺഫേം ചെയ്യില്ല. ചോദിച്ചൂടെ, എനിക്കറിയില്ല ആരാന്ന്. അപ്പൊ നമ്മള് ക്യാപ്റ്റന്മാരെ അങ്ങോട്ട് പോയാൽ ഇവിടെ ഫുഡ് ഉണ്ടാക്കുവോ? ഉണ്ടാക്കട്ടെ. വരും 2 പേര് ഇവിടെ 5 പേര് എന്നിട്ട് കേറില്ല. അപ്പോഴാണ് ഇവിടെ 2 പേര്. എടാ അവനാണോ എടുത്തത്? ചോദിക്കടാ. അവൻ തന്നെയാണ് എടുത്തത്. എനിക്കറിയില്ല, ചോദിക്കാം. ഇവർക്ക് ഇഷ്ടമുള്ള പോലെ ഇവർക്ക് എന്തും ചെയ്യാം. ബാക്കിയുള്ളവർ ചെയ്താൽ അത് പ്രശ്നമാവും. ഇവർക്കല്ല, അത് എടുത്ത ആൾക്കാരോട് പോയി എടുത്ത ആൾക്കാരോട് പറ. ഡ്രാമ നിർത്തേനി. ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങൾ ഇന്നലെ വേഗം കിടന്ന് ഇറങ്ങിയിരിക്കുന്നു. എന്തോന്നാ ആ കേടില്ല ഗ്രീക്ക് യോഗേർട്ട്, അത് എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഹാഫോളം എടുത്ത് കഴിച്ചു. അതാരോ പൊട്ടിച്ചെടുത്ത് എന്ത് ചെറ്റത്തരാ നോക്കിയേ. അനുവല്ല ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. അനുമോളാണ് ചെയ്തത്. പക്ഷെ അവള് ഉറങ്ങിയിരുന്നു. അവള് ബാത്റൂമിലാ. ഗ്രീക്ക് യോഗേർട്ട് എടുത്തിരുന്നെങ്കിൽ ആ ഗ്രീക്ക് യോഗേർട്ടിന്റെ ഡപ്പന്റെ പകുതിയോളം ആരോ എടുത്തിട്ടുണ്ട്. എങ്ങനെ എനിക്ക് പറയാം? ഇന്നലെ രാത്രി ഫ്രിഡ്ജ് അവിടെ ആക്കണം, ഫ്രിഡ്ജിനെ കിടന്ന് കറങ്ങാനുണ്ട്. എന്നിട്ട് എന്തോ കള്ളത്തരം കാണിച്ചിട്ട് ബെഡ്ഷീറ്റിന്റെ അടിയിൽ പോയി. ഞാൻ എന്റെ ഹാഫ് എടുക്കുക. വരുന്നേ വന്നോ? അനുമോൾ എടുത്തിട്ടില്ല. ഇവര് രണ്ടാളും അക്ബറും ആര്യനും ഇന്നലെ ഇവിടെ നിന്ന് ഞാനൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചുറ്റിക്കളി ഉണ്ടായിരുന്നു അവളെ എന്റെ കാര്യമാണ്. എന്താ ചുറ്റിക്കളി ഉണ്ടായിരുന്നു, ഞങ്ങൾ അടുത്ത് പോയിട്ടുണ്ടാവും.
ദുനിയാവിലൊന്നും നിന്റെ അല്ല ബായ, എല്ലാം ടെമ്പററി. ഇന്ന് നിന്റെ അടുത്ത്, നാളെ എന്റെ അടുത്ത്. അറിയാത്തവർക്ക് വേണ്ടി പോലും നീ പലതും ചെയ്തില്ല. ഇനി നിന്നെ വിശ്വസിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ. ഇതാണ് ചരിത്രം, ഇതാണ് മിറായ്. ഷട്ടറിന്റെ വീട്ടിലെ അനക്കം ആരോ കൂട്ടു കുടിക്കാൻ നോക്കാണെന്ന് തോന്നുന്നു. വണ്ടി എടുത്ത് മൂന്ന് പോയി നോക്കാം. ഇവിടെ ഇത്ര സർവീസ് ആയില്ലേ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് കൂട്ടിയിട്ട്? എനിക്ക് ബേസ് തോന്നിയായിരിക്കും സാർ. അങ്ങോട്ട് പോയേക്കും. ഇല്ല, വരെ വന്നല്ലേ, നോക്കിട്ട് പോകാം. ചോര ഞാൻ ആവശ്യമില്ലാത്തൊരു പണിക്കും കൂട്ടാൻ പറ്റില്ല. പറ്റുമെങ്കിൽ അതിനകത്ത് മുകളിലേക്ക് ഞാൻ എല്ലായിടത്തും ഞാൻ നിന്റെ ഭാഗം എത്രയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇല്ല, എടുക്കാൻ പറ്റില്ല, ഇപ്പൊ എടുക്കാൻ പറ്റില്ല. ഞാൻ എടുക്കും, അത് എല്ലാവർക്കും ഈക്വൽ ഞാൻ എടുക്കും. എനിക്കറിയില്ല. ആ, ഇത്രേ ഉള്ളൂ. സൊല്യൂഷൻ കണ്ടെടുത്ത് ആരെടുത്തത്? ഞാനെടുത്ത്. നീ എടുത്തിട്ടുണ്ടല്ലോ. എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്? ബാക്കിയുള്ളവരെ നോക്കട്ടെ, സ്വന്തം വയറ് മാത്രം നിറഞ്ഞാൽ മതിയോ? ഈക്വൽ ആയിട്ട് സ്വന്തം വയറ് നിറഞ്ഞാൽ മതിയോ? ഹാഫ് തീർത്തല്ലോ. Let me complete. ഒരു കാര്യം പറഞ്ഞോട്ടെ. പാലെടുത്തപ്പോഴത്തേക്കും ഈ സംഭവം ഉണ്ടായിരുന്നില്ലേ? എന്ത് തൈര് ഇത്ര പോലെ എടുത്തത്? ഞാൻ പാലത്ര എടുത്തിരുന്നോ? ഞാൻ എന്റെ പാട്ടല്ല എടുത്തത്. അത്രയും പാലെടുത്തിരുന്ന വെച്ചത് കണ്ടതല്ലേ? നോക്ക് ഒരു കാര്യം. ഞാൻ എന്റെ പാലും ആദ്യത്തെ പാലുമാണ് എടുത്തത്. ഓക്കെ, ഈക്വൽ ആയിട്ട് കൊടുക്കണം. ഈക്വൽ ആയിട്ട് എടുക്കാം. ഞാൻ എന്റെ എനിക്ക് ഷെയർ വേണ്ട, ഞാൻ എന്റെ ഷെയർ എടുത്തത്. നിന്റെ ശാഖയുടെ പകുതി ആവണത്. നോക്ക് ഇതാണ് നിന്റെ ഷെയർ. അപ്പൊ ഒരാൾക്ക് എന്നാ ഇത്ര എടുക്കാലോ? ഇതെന്താണ്? അത്ര ഞാൻ എടുത്തിട്ട് നീ ഓൾറെഡി പറഞ്ഞു നീ എടുത്തു. എനിക്ക് കള്ളത്തരം പറയണ്ട. അത് ഞാൻ എടുത്തു. പക്ഷെ ഇത്ര ഞാൻ എടുത്തിട്ടില്ല. മര്യാദയില്ലാത്ത കൂട്ടങ്ങൾ ഇവിടെ full. ഇപ്പൊ മനസ്സിലായോ? എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം. അല്ലല്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം. അത് പറ്റില്ല. അല്ലല്ല, അത് പറ്റില്ല. അല്ലല്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം. നമുക്ക് അറിയില്ല അത് ആരും എടുത്തെന്നുള്ളത്. അതങ്ങനെ എടുക്കല്ലേ, അത്രേ ഉള്ളൂ. നമ്മളിനെ കുറിച്ച് വീട്ടിണ്ട് ഇത്ര ദിവസം പറയണ്ടേ ഫുഡ് കഴിക്കണ്ടെന്ന്. നീ പോടാ. ഞാൻ നീ പറഞ്ഞു ഇന്നലെ എടുക്കും. ഞാൻ എന്റെ പാത്രം എടുക്കുന്നു, അതിനെ പിടിച്ചു വാങ്ങുന്നത്. ഇവർക്ക് എന്തിനാ പിടിച്ചു വാങ്ങുന്നത്? എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണ്ട പറഞ്ഞല്ലോ, വേറെ ഒരു പ്രശ്നമില്ല. നെവിനെടുത്ത പോലെ ഞാനും എടുക്കും. എന്ത് ചെയ്തതാണ് തെറ്റാണ്.
നമ്മളെടുത്തില്ല അവരെടുത്ത കുട്ടി നമ്മളെ കേൾക്കണം. എന്നാ പോയി പറയും. അല്ലാണ്ട് ബാക്കിയുള്ളവരെ എടുക്കുമ്പോ പിടിച്ചു എല്ലാം പൊളിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ പിടിച്ച കോസ് എനിക്ക് മാക്സിമം പിടിച്ച കോസ് ചെയ്യാൻ പറ്റുള്ളൂ. നിനക്ക് ഡയലോഗ് വെച്ചിട്ടല്ല അവ എടുത്തത്. അവ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര തെറ്റാണ്. നമ്മളെ മുമ്പിൽ വെച്ചിട്ട് എടുത്ത് നമ്മള് താഴെ തന്നെ എടുത്താലും എടുക്കുന്നല്ലേ. ഇപ്പൊ ബാക്കി എല്ലാവർക്കും ഈക്വൽ ആയി കൊടുക്കണാണ്. ബാക്കി എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണാണ്. നിങ്ങൾ കൊടുക്കണം. ഒറ്റക്ക് എടുത്ത് ഞങ്ങളും കഴിച്ചിട്ടൊന്നുമില്ല. പറഞ്ഞു ക്യാമറ ഉണ്ടല്ലോ കാണിക്കട്ടെ. എന്ത് കഷ്ടം. ലോകത്തെ എടുത്തത് അവനാണ്. വിട്ടത് നമ്മളോട് പറയുന്നത് ഒരുമിച്ച് തന്നെ പറ്റിയ സാധനങ്ങള് ഒന്ന് രണ്ട് മൂന്ന് ഒരുമിച്ച് തന്നെ വരെയും ചെയ്യും. ലാസ്റ്റ് ആയപ്പോ വാപ്പ എന്റെ വാപ്പയെന്ന് ഞാൻ കണ്ടതാണ് അക്ബർ. അത് ശരിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഒരാളുടെ വാപ്പയെന്ന് ഞാൻ കണ്ടതാണ് അക്ബർ. അത് സൗണ്ടില്ലാണ്ട് പറയണത്. ഞാൻ പറഞ്ഞു അവന്റെ വാപ്പ ചോദിക്കുന്നത് അവന്റെ വാപ്പ പറഞ്ഞു അക്ബറാണ് ആദ്യം തുടങ്ങിയത്. ഞാനോ? വൃത്തികെട്ടവൻ ഞാൻ കണ്ടതാണ്. അങ്ങനെ വളരെ മോശപ്പെട്ട കാര്യമാണ് അക്ബർ അത് ചെയ്യുന്നത്. ഉപദേശിക്കും അറ്റ്ലീസ്റ്റ് അയാൾ ഉപദേശിക്കും. നമ്മുടെ വ്യക്തികൾ ഭയങ്കര ബോറായി പോയി. മോറൽ പോലീസ് നിങ്ങളുടെ സ്വഭാവം കാണി. നീ പഠിക്കാൻ കിടക്കണേ ജീവിതത്തിൽ കേട്ടാ. വൃത്തികെട്ടാ ഇതിൽ നിന്നേ നീ പഠിക്കുന്നത്. സൗണ്ട് ഇല്ലാണ്ടൊക്കെ ഇങ്ങനെ പറയണത് വളരെ മോശമാണ് അക്ബർ. മനസ്സിലായോ? ഒന്നുമില്ലെങ്കിൽ ഇത് ക്യാമറകൾ കാണുന്നതാണ്. ആയിക്കോട്ടെ ക്യാമറകൾ കാണിക്കട്ടെ. മൂന്നെണ്ണം കട്ടെടുത്ത് ഞണ്ണിട്ട് കടന്നുണ്ടാക്കുന്നു. കട്ടി എടുത്തിട്ടില്ല ഞാൻ. എത്ര ലക്ഷം പറയണം? കട്ടി എടുത്തിട്ടില്ല ഞാൻ. ഞാൻ എന്റെ ഷെയർ എടുത്തു. നിന്റെ ഷെയർ ആണോ നെവിനെ? നിന്റെ ഷെയർ ആണോ? പിന്നെ നമ്മള് ഡയലോഗ് അടിക്കണേ മാത്രം വരും. അതിന്റെ ഹാഫാണ് നിന്റെ ഷെയർ. ബാക്കിയുള്ളവരെ ഒന്ന് ആലോചിച്ചൂടെ നിനക്ക്? സ്വന്തം ഇരിക്കുക അത് മാത്രമേ ഉള്ളൂ. ഇന്നലെ സെയിം സാധനം എന്താണ് ഇവിടെ? ക്യാപ്റ്റൻ അല്ലേ നീ? ഒന്നുമില്ലെങ്കിലും ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഷെയർ അല്ലേ എടുത്തിട്ടുള്ളൂ? നിങ്ങൾ എല്ലാവരും ഷെയർ ഞങ്ങൾ എടുത്തോ? ഹാഫ് ആക്കിയോ? ഇല്ല അവരെടുത്ത ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ട് അതെ. പല കാര്യങ്ങളോടും നടക്കുന്നുണ്ട്. വേണ്ടാന്ന് വെച്ചിട്ടാ മെസ്സേജ് ചേട്ടൻ കണ്ടിട്ടില്ല. ഞങ്ങള് മൂന്നേരും നല്ലപോലെ കാണുന്നുണ്ട്. ഇവിടെ പോകുന്നത് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് കട്ടിപ്പറിക്കുക, ഫുഡ് മുഖത്തേക്ക് ഒഴിക്കുക, ഇതൊക്കെ ആയിരിക്കില്ലേ നല്ല മെസ്സേജ് അല്ലേ? കട്ടെടുത്ത് കഴിക്കുക, ഇതൊക്കെ ആയിരിക്കും നല്ല മെസ്സേജ്. ബോറ് മെസ്സേജാ. നീയൊക്കെ വീട്ടിൽ കാണിക്കുന്ന സുഖമാണ് കാണിക്കുന്നത്. കട്ടെടുത്ത് കഴിച്ചോണ്ടിരിക്കുക. എന്താണെന്നുള്ള വ്യത്യാസം. നീ ഒരിടത്ത് അവളും കട്ടെടുത്തു. അന്തസ്സായി അത്. നിന്റെ കോൺസിക്വൻസ് നമ്മൾ ഫേസ് ചെയ്യണം. എക്സാക്ട്ലി. നിന്റെ കോൺസിക്വൻസ് നമ്മൾ ഫേസ് ചെയ്യണം. എന്റെ ഷെയർ അവിടെ പോയി റെക്കോർഡിന്റെ
പൊട്ടിച്ചോ വെറുമയില്ല കഴിക്കില്ല ഇല്ല ഓക്കെ പൊട്ടിക്കണ്ട കേടാണ് യോഗട്ടല്ലേ ഇപ്പൊ കയ്യിന്നോ ഏതാണ് അണ്ണാക്കില് പിരിവെട്ടിയിരിക്കണതൊക്കെ അതാ ഞാൻ പറഞ്ഞത് അത് പറഞ്ഞ ക്യാമറയിൽ കാണിക്കാൻ ഇല്ലാണ്ട് ഒരു പ്രശ്നമില്ല. നിങ്ങൾ വൈഷവിനോയുടെ ആ ചെയർമാൻ എല്ലാരെ ഫുഡ് അറിയണം അതിന്റെ അടുത്ത് ഒരു റെസ്പെക്റ്റും ഒന്നുമില്ല ഒരു അറിയണണ്ട അല്ല കഷ്ടപ്പാടാണ് എനിക്കറിയില്ല യു ഗെറ്റ് ദ തേർഡ് ബാക്ക് ആൻഡ് ഗിവ് ടു മീ എനിക്ക് ഷെയർ വേണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്തു പറഞ്ഞില്ലേ എടുത്തു പറയാൻ എടാ നീ എന്തിനാ ഇൻഫോർമേഷൻ എടുത്തു നീ എടുത്തു ഇൻഫോർം ചെയ്യാൻ പറ്റുമോ ഇൻഫോം ചെയ്തുകൊണ്ട് അത് ആവില്ല പുറത്ത് വരില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അതെ അതിലൊരു പ്രശ്നം ഉണ്ടായില്ലേ ഇപ്പൊ നിനക്ക് ഇനി കൂട്ടി പറയാനുള്ളൂ മറ്റേ ആ ചെറുക്കൻ്റെ കൂട്ടെ ഒത്തിരി മാത്രം പറയുന്ന ചെറുക്കനോട് കൂട്ടി പറയാനേ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ പറയാൻ എന്ത് നമ്മളിപ്പോ എന്ത് ചെയ്യേണ്ടത് കാര്യത്തില് അറിയില്ലടാ അറിയുന്നോ you can whatever you feel like and then we should face the consequences because we are